രത്തൻ ടാറ്റയുടെ നിഴലുപോലെ ഒപ്പമുണ്ടായിരുന്ന ശന്തനു നായിഡുവിനെ ചേർത്ത് നിർത്തുകയാണ് ടാറ്റ മോട്ടോഴ്സ്. പുതിയ പദവിയും ചുമതലകളും ഏറ്റെടുത്താണ് ശന്തനു ടാറ്റ മോട്ടോഴ്സിന്റെ നേതൃസ്ഥാനത്തിലേക്ക് എത്തുന്നത്. ടാറ്റ മോട്ടോഴ്സിന്റെ സ്ട്രാറ്റജിക് ഇനീഷ്യേറ്റീവ് വിഭാഗത്തിൽ ജനറൽ മാനേജർ എന്ന സുപ്രധാന പദവിയാണ് ശന്തനു എന്ന 31-കാരനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ലിങ്ക്ഡിനിലെ പോസ്റ്റിലൂടെ ശന്തനു തന്നെയാണ് ഈ വിവരം പുറം ലോകത്തെ അറിയിച്ചത്. ടാറ്റ മോട്ടോഴ്സിലെ സ്ട്രാറ്റജിക് ഇനീഷ്യേറ്റീവ് മേധാവിയായി ചുമതലയേൽക്കുന്നതിൽ സന്തോഷമുണ്ടെന്നായിരുന്നു പോസ്റ്റ്. എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ ശേഷം ടാറ്റ മോട്ടോഴ്സിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറായിട്ടാണ് ശന്തനു കരിയർ തുടങ്ങുന്നത്. പിന്നീട് ടാറ്റ കമ്പനിയിൽ നിന്ന് തന്നെ വായ്പയെടുത്ത് ന്യൂയോർക്കിലെ കോർണൽ സർവകലാശാലയിൽ നിന്നും MBA പാസ്സായി. പഠനശേഷം രത്തൻ ടാറ്റയുടെ പ്രൈവറ്റ് ഓഫീസിൽ ജോയിൻ ചെയ്തതോടെയാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാവുന്നത്. 2014 രത്തൻ ടാറ്റയുമായി ശന്തനു സൗഹൃദമുണ്ടാക്കുന്നതെങ്കിലും ടാറ്റ ഗ്രൂപ്പിനോട് ചേർന്ന് നിൽക്കുന്ന കുടുംബമായിരുന്നു ശന്തനുവിന്റേത്. പുതിയ ദൗത്യത്തെക്കുറിച്ചുള്ള പോസ്റ്റിലും അക്കാര്യം ശന്തനു സൂചിപ്പിക്കുന്നുണ്ട്. എന്റെ അച്ഛൻ ടാറ്റ മോട്ടോഴ്സ് പ്ലാന്റിൽ നിന്ന് വെള്ള ഷർട്ടും നേവി പാന്റും ധരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ജനലരികിൽ ഞാൻ കാത്തിരിക്കുമായിരുന്നു. ഇപ്പോൾ അതിന് പൂർണ്ണത വന്നിരിക്കുന്നു. വികാര വായ്പോടു കൂടിയാണ് ശന്തനു ടാറ്റയുമായുള്ള കുടുംബ ബന്ധം വിവരിക്കുന്നത്. പൂനെയിലെ ടാറ്റ മോട്ടോഴ്സ് പ്ലാന്റിലായിരുന്നു ശന്തനുവിന്റെ പിതാവിന് ജോലി. മുത്തച്ഛനും മുതുമുത്തച്ഛനും ജോലി നോക്കിയിരുന്നതാവട്ടെ ബീറയിലുള്ള ടാറ്റ പവർ ജലവൈദ്യുത പദ്ധതിയിലും. രത്തൻ ടാറ്റയുമായുള്ള സൗഹൃദത്തിലേക്ക് ശന്തനുവിന് വഴിയൊരുക്കിയതും പിതാവ് തന്നെ. മൃഗസ്നേഹമാണ് രത്തൻ ടാറ്റയും ശന്തനുവും തമ്മിലുള്ള ഊഷ്മള ബന്ധത്തിന് കാരണം. ഒരിക്കൽ റോഡിൽ ചത്തുകിടക്കുന്ന തെരുവുനായെ കണ്ട ശന്തനു നായ്ക്കളെ വണ്ടിയിടിക്കുന്നത് തടയുന്ന റിഫ്ലക്റ്റീവ് കോളർ പദ്ധതി തയ്യാറാക്കി. ദൂരെ നിന്ന് തന്നെ ഡ്രൈവർമാർക്ക് നായകളെ കാണാൻ കഴിയുന്ന സംവിധാനമായിരുന്നു അത്. ശന്തനു നിർമ്മിച്ച കോളറുകൾക്ക് ആവശ്യക്കാർ ഏറെ ഉണ്ടായെങ്കിലും അത് വ്യാവസായികമായി നിർമ്മിച്ചു നൽകാനുള്ള പണം കണ്ടെത്തുക ദുഷ്കരമായി. അപ്പോൾ ശന്തനുവിന്റെ അച്ഛൻ തന്നെയാണ് രത്തൻ ടാറ്റയ്ക്ക് ഈ പദ്ധതി വിശദീകരിച്ചുകൊണ്ട് ഒരു കത്തെഴുതാൻ ആവശ്യപ്പെട്ടത്. 2 മാസം കഴിഞ്ഞപ്പോൾ രത്തൻ ടാറ്റ ശാന്തനുവിനെ നേരിൽ കാണാനായി ക്ഷണിച്ചു. നായിഡുവിന്റെ ആശയത്തിൽ ആകൃഷ്ടനായ ടാറ്റ അങ്ങനെ മോട്ടോപോസ് എന്ന NGOയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകി. ഇരുവരും തമ്മിലുള്ള സൗഹൃദം വളർന്നതോടെ ശന്തനു രത്തൻ ടാറ്റയുടെ അസിസ്റ്റന്റും സന്തത സഹചാരിയുമായി. ഇതിനിടയിലായിരുന്നു ശന്തനുവിന്റെ MBA പഠനം. പഠനത്തിനിടയിലും ടാറ്റയുമായുള്ള സൗഹൃദം ശന്തനു വിടാതെ സൂക്ഷിച്ചു. 2022 വയോജനങ്ങൾക്ക് വേണ്ടി ആരംഭിച്ച സംരംഭം ഗുഡ് ഫെലോസ് ശന്തനുവും രത്തൻ ടാറ്റയും തമ്മിലുള്ള ബന്ധത്തിൽ വേരൂന്നിയതായിരുന്നു. MBA പഠനത്തിനായി ശന്തനു എടുത്ത വായ്പ എഴുതിത്തള്ളിയതും ഗുഡ് ഫെലോസിന്റെ തന്നെ ഓഹരികൾ വിട്ടുനൽകിയതും രത്തൻ ടാറ്റയുടെ മരണദിവസം വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. രത്തനുമായുള്ള ബന്ധം വിവരിച്ച് ശന്തനു ഒരു പുസ്തകവും എഴുതിയിട്ടുണ്ട്. ടാറ്റ ഗ്രൂപ്പിന്റെ നാഴികക്കല്ലുകളായിരുന്നില്ല, മറിച്ച് രത്തൻ ടാറ്റയുടെ ജീവിതമായിരുന്നു ശന്തനുവിന്റെ പുസ്തകത്തിലുടനീളം. വിശിഷ്ടമായ സൗഹൃദത്തിലൂടെയാണ് ശന്തനു രത്തൻ ടാറ്റയുടെ നിഴലായി മാറുന്നതും. രത്തൻ ടാറ്റയുടെ മരണശേഷവും ശന്തനുവിനെ ചേർത്ത് നിർത്തുകയാണ് ടാറ്റ ഗ്രൂപ്പ്.